ആത്മബന്ധു. ഒരു ദിവസം അതിൻ്റെ അനുഭവ പാഠങ്ങളെ നമുക്ക് മുന്നിൽ തുറന്നു വെച്ച് നമ്മളെ വീണ്ടും വീണ്ടും ചൊല്ലിപ്പഠിപ്പിച്ച് കടന്നുപോയിരിക്കുന്നു. രാത്രി ഇങ്ങെത്തിയിരിക്കുന്നു. ഉറങ്ങുവാൻ. ഓരോ ഉറക്കത്തിനൊടുവിലും ഉന്മേഷത്തോടെ ഉണർന്നെഴുന്നേൽക്കുവാൻ ഇതാ നമുക്ക് നമ്മളെ തയ്യാറാക്കണ്ടേ? ഈ രാത്രി ഉറങ്ങാനൊരുങ്ങുന്നതിന് മുന്നേ ഉറക്കത്തിനായി നമ്മളെ ഒന്ന് തയ്യാറാക്കുക. ഈ ദിവസത്തിൽ നമ്മളുടെ ജോലിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാ വസ്തുക്കളെയും മാറ്റിവെച്ചുകൊണ്ട് അതില്ലാത്തൊരിടം ഉറങ്ങാൻ കിടക്കുവാൻ തിരഞ്ഞെടുക്കുക. നമ്മൾ ഉറങ്ങുന്ന ഇടം, ഉറങ്ങാൻ കിടക്കുന്ന ഇടം എങ്ങനെയോ അങ്ങനെ തന്നെ ആയിക്കൊള്ളട്ടെ. പക്ഷേ അതിനെക്കുറിച്ച് നമ്മൾ കണ്ണുകൾ അടച്ച് ചിന്തിക്കുക. ഞാൻ ഉറങ്ങാൻ കിടക്കുന്ന ഈ മനോഹരമായ പ്രദേശത്തെക്കുറിച്ച് എന്തൊക്കെ നമ്മുടെ ഭാവനയിലേക്ക് കൊണ്ടുവരാൻ പറ്റുമോ അതൊക്കെയും കൊണ്ടുവരിക. അതുകൂടാതെ നമ്മൾ ഏറ്റവും കൂടുതൽ പോകാൻ ആഗ്രഹിക്കുന്ന സ്ഥലമേതോ ആ സ്ഥലത്തെക്കുറിച്ച് ചിന്തിക്കുക. അവിടെ നമ്മൾ നിൽക്കുന്നതായി വിചാരിക്കുക. ഈ ജീവിതത്തിൽ നമ്മൾ നേടിയെടുക്കുവാൻ ആഗ്രഹിക്കുന്ന ഏറ്റവും വലിയ ലക്ഷ്യം എന്താണോ ആ ലക്ഷ്യം നമ്മൾ നേടിയെടുത്തതായി വിചാരിച്ചുകൊണ്ട് ഈ രാത്രിയിൽ നമ്മൾ നമ്മളെ തന്നെ നോക്കിക്കാണാം. അതായത് നമ്മുടെ ജീവിത ലക്ഷ്യം എന്തോ ആ ലക്ഷ്യത്തെ പൂർത്തീകരിച്ച നമ്മളെ ഒന്ന് മനസ്സിൽ വിഭാവനം ചെയ്യാം. നമ്മൾ ഈ ജീവിതത്തിൽ എന്താകണമെന്ന് ആഗ്രഹിക്കുന്നുവോ അതായി തീർന്നതായി സങ്കല്പിക്കുക. എവിടേക്ക് പോകണമെന്ന് ആഗ്രഹിച്ചുവോ അവിടെ എത്തിയതായി സങ്കല്പിക്കുക. എന്തെങ്കിലും ഒന്ന് ഒരു വ്യക്തിയോട്, പല വ്യക്തികളോട് പറയണമെന്ന് ആഗ്രഹിച്ച് മനസ്സിൽ സൂക്ഷിച്ച് വെക്കുകയാണ് എങ്കിൽ അത് പറഞ്ഞ നിമിഷത്തെ, അത് പറയുന്ന നിമിഷത്തെ മനസ്സിലൊന്ന് കാണുക. പറഞ്ഞതായും ചിന്തിക്കുക. ഇങ്ങനെ നമ്മൾ എന്ത് സ്വപ്നം കാണുന്നുവോ, നമ്മൾ എന്താഗ്രഹിക്കുന്നുവോ അതെല്ലാം സാധിച്ചതായി, അതെല്ലാം സംഭവിച്ചതായി വിചാരിച്ചുകൊണ്ട് വേണം ഒരു രാത്രി ഉറങ്ങാൻ കിടക്കാൻ. എനിക്കൊരു നല്ല സുഹൃത്തില്ലല്ലോ എന്നാണ് നമ്മുടെ മനസ്സിലെ അസ്വസ്ഥതയെങ്കിൽ രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ ഒരു നല്ല സുഹൃത്ത് അടുത്തു വന്നതായും നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് ഒരു യാത്ര പോയതായും വിചാരിക്കുക. മഴ പെയ്യുന്നുണ്ട്. മഴയിൽ നഗരവീഥിയിലൂടെ കാർ ഓടിച്ചു പോകുമ്പോൾ കാറിനുള്ളിൽ നിന്ന് നമുക്കൊരു പഴയ പാട്ട് കേൾക്കാനാകുന്നുണ്ട്. ഒരുപക്ഷെ വയലാറിൻ്റെ വരികളാകാം. കൊതി തീരും വരെ ഇവിടെ പ്രേമിച്ച് മരിച്ചവരുണ്ടോ എന്ന് പാടുകയാവാം. ആ വരികൾ നൽകുന്ന സുഖം, സന്തോഷം അതൊക്കെ കേട്ട് മഴ കണ്ട് നഗരവഴികളിലൂടെ എന്നും സഞ്ചരിക്കുന്ന വഴികളാണെങ്കിലും രാത്രിയിൽ ആ വഴികളിൽ മൂകമായി നിൽക്കുന്നത്, നിശബ്ദത പുതച്ചു നിൽക്കുന്നത് കണ്ടുകൊണ്ട് സഞ്ചരിക്കുന്നത് മനസ്സിലൊന്ന് ആലോചിക്കുക. ഇങ്ങനെ സങ്കല്പിച്ചുകൊണ്ട് മെല്ലെ നമുക്ക് ഉറക്കത്തിലേക്ക് പോകാം. ഈ സങ്കല്പങ്ങൾ, ഈ ഉറക്കം ഒക്കെ നമുക്ക് നാളെ ഈ കണ്ടതെല്ലാം സത്യമാക്കുവാനുള്ള പ്രേരണകൾ നൽകും. ഇത് സത്യമാണ്. ഒരുപാട് പേർ സത്യമാണെന്ന് തെളിയിച്ചിരിക്കുന്നു ഇത്തരം കാര്യങ്ങളെ. അതിനാൽ എന്താകണമെന്ന്, ജീവിതത്തിൽ എന്ത് സംഭവിക്കണമെന്ന് ആഗ്രഹിക്കുന്നു അതൊക്കെ രാത്രിയിൽ സുന്ദരമായി സങ്കല്പിച്ച് ആ സുന്ദരമായ സങ്കല്പങ്ങളിൽ സുഖമായി ഉറങ്ങുക. ആത്മബന്ധു, ശുഭരാത്രി.